നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് ഇറങ്ങാനെത്തിയ വിമാനം പതിവിലും കൂടുതൽ താഴ്ന്നു പറന്നതിനെ തുടർന്ന് ഒരു വീടിന്റെ ഓടത്രയും പറന്നുപോയിരിക്കുകയാണ്. നമ്മുടെ കൊച്ചി നെടുമ്പാശ്ശേരിയുടെ കാര്യമാണ് പറയുന്നത്. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇറങ്ങുന്നതിനിടയിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. താഴ്ന്നു പറന്നതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ പറന്നുപോയി. പെരുമ്പാവൂരിൽ ഒക്കൽ നമ്പിളി കവലയിലെ മാണിക്കത്താൻ MV ജോയിയുടെ വീടിനാണ് നാശനഷ്ടമുണ്ടായത്. വീടിന്റെ മേൽക്കൂരയിലെ ഏകദേശം 120 ഓടുകൾ പറന്നുപോകി തകർന്നതായാണ് വീട്ടുകാരുടെ പരാതി. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനായി വിമാനം ഈ പ്രദേശത്തിന് മുകളിലൂടെ കൂടുതൽ താഴ്ന്നു പറന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനു മുമ്പും പ്രദേശത്ത് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവർ പറയുന്നു. മറ്റൊരു പ്രദേശവാസിയുടെ മേൽക്കൂരയ്ക്കും നേരത്തെ 3 തവണ ഇത്തരത്തിൽ നാശനഷ്ടം ഉണ്ടായതായി നാട്ടുകാർ പരാതിപ്പെട്ടു. സിയാലിൽ പരാതി നൽകിയിരുന്നെങ്കിലും നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഓട് പറന്നുപോയ വീട്ടിലെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുകയാണ്. എന്നാൽ അവിടെയുള്ള പ്രദേശവാസികൾക്കൊക്കെ ഇത് സ്ഥിരം കാഴ്ചയാണ്, സ്ഥിരം ബുദ്ധിമുട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽ താഴ്ന്നു പറക്കുന്നത് ഒരുപക്ഷെ അപകടം വിളിച്ചു വരുത്താൻ ഏറെ വഴിവെക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും മറ്റൊരു വിമാനവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം എഞ്ചിനിൽ തീ പിടിച്ചെന്ന സംശയത്തെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് ജീവനക്കാർ വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും സുരക്ഷിതരാണെന്നും ആർക്കും പരിക്കുകളില്ലാതെ എല്ലാവരെയും സാധാരണ നിലയിൽ വിമാനത്തിൽ നിന്നും പുറത്തിറക്കിയതായും എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് സർവീസ് നടത്തിയ AI-280-02 എന്ന A320 വിമാനമാണ് അടിയന്തരമായി ലാൻഡ് ചെയ്തത്. വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിൽ കോക്പിറ്റിലെ ജീവനക്കാർക്ക് ഒരു എഞ്ചിനിൽ തീ പിടിച്ചതായി സൂചന നൽകുന്ന ഫയർ ഇൻഡിക്കേഷൻ ലഭിക്കുകയായിരുന്നുവെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. എന്നാൽ എഞ്ചിനിൽ യഥാർത്ഥത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വിശദമായ പരിശോധനകൾ ആവശ്യമാണെന്ന് മറ്റു ചില വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അപകട സമയത്ത് 160-ലധികം ആളുകൾ വിമാനത്തിൽ ഉണ്ടായിരുന്നതായാണ് വിവരം. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 നൽകുന്ന വിവരങ്ങൾ പ്രകാരം രാത്രി 9:30 വിമാനം ലാൻഡ് ചെയ്തത്.